ഒരു മരണം കണ്ടിട്ട് പൊതുസമൂഹം മുഴുവൻ ആനന്ദാശ്രുക്കൾ പൊയ്ക്കുകയാണ്. എല്ലാ മീഡിയേൻ്റെ കമൻറ്റ് ബോക്സിലും ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ഓരോ മീഡിയേൻ്റെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഏത് മീഡിയയിൽ വന്ന വാർത്തക്ക് താഴെയും മനുഷ്യരങ്ങനെ സന്തോഷം കൊണ്ട് ആറാടുകയാണ്. എല്ലാവരും സന്തോഷത്തിൻ്റെ തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആളൂർ എന്ന വ്യക്തി ഈ ലോകത്ത് യാത്രയായതിൽ. കോളിളക്കം സൃഷ്ടിച്ച ക്രിമിനൽ കേസുകളിലെ പ്രതിഭാഗം വക്കീലായ ആളൂർ BA ആളൂർ എന്ന പ്രശസ്തനായ അഭിഭാഷകൻ ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെട്ടു. വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ 2 വർഷമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ അടുത്ത കാലത്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ രോഗം മൂർച്ഛിച്ച് അഡ്മിറ്റ് ആവുകയും ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ഓരോ മീഡിയകൾക്ക് താഴെയും, ഓരോ വാർത്താ മാധ്യമങ്ങൾക്ക് താഴെയും മനുഷ്യൻ സന്തോഷത്തിൻ്റെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളൂർ എന്ന വ്യക്തി ഇല്ലാതാവുന്നതോടുകൂടി നമുക്ക് നീതിയും സത്യവും പുലരപ്പെടുമെന്ന ഒരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ട് എന്നാണ് ഈ ഒരു കാഴ്ച നമ്മളെ തോന്നിപ്പിക്കുന്നത്. ആളൂർ എന്ന വ്യക്തി എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇത്രയും ഒരു വെറുക്കപ്പെട്ട കഥാപാത്രമായി മാറിയത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ മരണക്കുറിപ്പിന് താഴെ എല്ലാവരും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ പോലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നില്ല. ഇത് ഇത്രയും കൂടെ നേരത്തെ ആവാമായിരുന്നു. സത്യവും നീതിയും ഇനി ഈ കേരളത്തിൽ പുലരും. പ്രതികൾക്ക് വേണ്ടി ഇനി ഒരു വക്കീലും ഇങ്ങനെ വാദിക്കാൻ വരില്ല എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞ ആളുകൾ കമൻ്റ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ആരാണ് ആളൂർ? 1999 പ്രാക്ടീസ് ആരംഭിച്ച അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചൊരു വ്യക്തിയായിരുന്നു, അഭിഭാഷകനായിരുന്നു ആളൂർ. ബിജു ആൻ്റണി ആളൂർ എന്ന അദ്ദേഹം BA ആളൂർ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 4 വർഷത്തോളം കേരളത്തിൽ ഉടനീളം പല കോടതികളിലും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം തൻ്റെ ജോലിയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പൂനെയിലേക്ക് താമസം മാറുകയാണ്. തൻ്റെ തൊഴിലിനെ സ്നേഹിച്ച അദ്ദേഹം ഒരു വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മളെങ്ങനെയാണ് ആളൂരിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്? നമുക്ക് ഏവർക്കും അറിയാം, 2011 പാസഞ്ചറിൽ വെച്ച് യാചകനായ ഗോവിന്ദചാമിയുടെ ക്രൂര ബലാത്സംഗത്തിനിരയായി, ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യ എന്ന പെൺകുട്ടി. അവളൊരിക്കലും ഈ കേരള ജനത മറക്കൂല. അത്ര തീവ്രമായ വേദനകൾ അനുഭവിച്ചിട്ടാണ് അവൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അന്ന് ആ പെൺകുട്ടിയെ ആക്രമിച്ച, ബലാത്സംഗം ചെയ്ത ക്രൂരനായ കൊലയാളിക്ക് വേണ്ടി ഈ കേരളം മുഴുവൻ മുറവിളി കൂട്ടി. വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും കൊടുക്കരുതെന്ന് നമ്മൾ ആർത്തട്ടഹസിച്ചു. പക്ഷേ ഇരുട്ടിൽ നിന്ന് ഒരു വക്കീലെത്തി. അദ്ദേഹമായിരുന്നു BA ആളൂർ. അദ്ദേഹം ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ചു. ഒരു യാചകനായ ഗോവിന്ദചാമിക്ക് വേണ്ടി വളരെ വലിയ തുക ഫീസ് ഈടാക്കുന്ന ആളൂർ എന്ന വ്യക്തി, എന്ന അഭിഭാഷകൻ എത്തിയത് ഇന്നും ദുരൂഹതയാണ്. വിചാരണ കോടതിയും ഹൈക്കോടതിയും വിചാരണ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു. ഹൈക്കോടതി അത് ശരിവെച്ചു. വീണ്ടും കേസ് സുപ്രീം കോടതിയിലെത്തി. അവിടെ എത്തിയപ്പോൾ കഥയുടെ ഗതിയാകെ മാറി. തൻ്റെ ഈ നിയമത്തിലുള്ള വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹം വളരെ വിദഗ്ധമായി കേസ് വാദിക്കുകയും ഗോവിന്ദചാമിക്ക് വധശിക്ഷ കുറച്ച് ജീവപര്യന്തമാക്കി മാറ്റുകയും ചെയ്തു. ആളുകളുടെ രോഷം മുഴുവൻ ആളൂരിന് നേരെയായി. ആളൂരിനെ മനുഷ്യൻ വെറുക്കാൻ തുടങ്ങി. ഒരു മനുഷ്യനെ, ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വാദിച്ച് അയാളെ രക്ഷപ്പെടുത്തിയ വ്യക്തിയോട് ആർക്കും സ്നേഹമൊന്നും ഉണ്ടാവില്ല, അല്ലേ? പക്ഷേ പൊതുവികാരത്തെ മാനിക്കാതെ, പൊതുവികാരത്തിന് അടിമപ്പെടാതെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെയാണ് താൻ പ്രതിക്ക് വേണ്ടി വാദിച്ചു തന്നായിരുന്നു അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹം നൽകിയിട്ടുള്ള പല ഇൻ്റർവ്യൂകളും ഒന്ന് കേട്ടു നോക്കുക. ആ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ആദ്യം ആരാണോ വക്കാലത്തുമായി വരുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വക്കാലത്തിട്ട് പോവുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ തന്നെ വേണം. ആ വ്യക്തിക്ക് വേണ്ടി നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഏതറ്റം വരെയും ഞാൻ വാദിക്കും, ആ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അദ്ദേഹത്തിന് കടപ്പാടുള്ളത് തന്നെ സമീപിക്കുന്ന വ്യക്തിയോടാണ്, അല്ലാതെ വാദിയോട് പ്രതിയോട് എന്നുള്ളതല്ല. ആരാണോ അദ്ദേഹത്തിന്
ഇരയാണോ ആദ്യം സമീപിക്കുന്നെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഏതറ്റം വരെ അദ്ദേഹം പോകും. പ്രതിയാണോ തന്നെ സമീപിക്കുന്നെങ്കിൽ ആ പ്രതിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ എൻ്റെ തൊഴിൽ അതാണ്, ഞാൻ ആ തൊഴിലാണ് ചെയ്യുന്നത്, എന്നെ ആരാണ് സമീപിക്കുന്നതിന് അത് നിയമത്തിൻ്റെ സഹായം തേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, പ്രതിഭാഗം വക്കീൽ, അതായത് ഇരയുടെ വക്കീലിനെ പ്രോസിക്യൂട്ടറെ ഏർപ്പാടാക്കി കൊടുക്കുന്നത് പലപ്പോഴും സാധാരണക്കാർക്ക് സർക്കാരാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഏറ്റുമുട്ടാൻ കിടപിടിക്കാൻ കെൽപ്പുള്ള ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം പറഞ്ഞത് തൻ്റെ മുന്നിലെത്തുന്ന ക്ലയൻറ്റിന് വേണ്ടി അദ്ദേഹം മാക്സിമം പരിശ്രമിക്കും, മറ്റേ അപ്പുറത്ത് തൻ്റെ ഇരക്ക് വേണ്ടി ഇതുപോലെ തൻ്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച ഇരയെ രക്ഷപ്പെടുത്താൻ, ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നല്ല വക്കീലിനെ വെക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെ അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷേ വിധിയുടെ വൈപരീത്യം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇരകളൊക്കെ ഇരകളായി തുടർന്നു, പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും പിന്നീട് അദ്ദേഹം ജനങ്ങളെ ഹൃദയത്തിൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നു. പിന്നീട് അദ്ദേഹം പ്രബലമായ ജിഷ വധക്കേസിൽ പ്രതിക്ക് വേണ്ടി സംസാരിച്ചു. അതുപോലെ തന്നെ നരബലി കേസിൽ പൾസർ സുനിയുടെ കേസ് ഏറ്റെടുത്തു. പിന്നീട് ഇൻഫോസിസ് കേസിൽ ബബൻ സൈക്കിയയ്ക്ക് വേണ്ടി വാദിച്ചു. അങ്ങനെ ഈ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള മിക്ക കേസുകളുടെയും പ്രതികളുടെ വക്കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത് BM ആളൂർ എന്ന ക്രിമിനൽ അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വേണ്ടി നന്മ പറയാൻ, അദ്ദേഹത്തിന് നല്ല വാക്കുകൾ കൊണ്ട് ഒരു യാത്രാമൊഴി കൊടുക്കാൻ ഒരാൾക്കും സാധിക്കാതെ പോയി. പക്ഷേ അദ്ദേഹം തൻ്റെ തൊഴിലിനോട് നീതി പുലർത്തിയിരുന്നു. സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവുകളാണ് കോടതിയിൽ ആവശ്യം, അവിടെ വികാരത്തിനല്ല പ്രാധാന്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കറയറ്റ അഭിഭാഷകനായിരുന്നു. തൻ്റെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് വേണ്ടി, അത് ആരാണോ, പ്രതിയാണോ ഇരയാണോ എന്ന് അദ്ദേഹം നോക്കിയിട്ടില്ല. തൻ്റെ മുന്നിൽ തൻ്റെ സഹായം തേടിയെത്തുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാൻ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് അതിവിദഗ്ധമായി വാദിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് മാത്രം അദ്ദേഹം ഇരകൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു കഴിവ് കുറഞ്ഞ വ്യക്തിയായിത്തീരുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി, എനിക്ക് സന്തോഷം തരാൻ കുട്ടികളും ഭാര്യയും ഉണ്ടാവണമെന്നില്ല, ഞാൻ എൻ്റെ തൊഴിലിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. മരണം വരെ ആ വിശ്വസ്തത പുലർത്തി. മരണത്തിൽ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവട്ടെ. അദ്ദേഹം സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആളൂർ എന്ന വ്യക്തി അപ്പുറത്ത് വരുമോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ എന്നുണ്ടായിരുന്നു. ആ പേടി സ്വപ്നമാണ് ഇന്നത്തോടു കൂടി ഇല്ലാതായിട്ടുള്ളത്. എന്നും നീതിയും സമാധാനവും പുലരട്ടെ. അതിവിദഗ്ധരായ അഭിഭാഷകർക്ക് എന്നും ഇരക്കൊപ്പം നിൽക്കാൻ സാധിക്കട്ടെ. നമുക്ക് പ്രത്യാശിക്കാം. ആളൂരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം.